ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്യൂ ഗുഡ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ദോശയാണ്. ഓട്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അരി കുതിർക്കേണ്ട, ഉഴുന്ന് വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ പ്രത്യേകത അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരിഞ്ഞ ദോശ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്സ് വേണം. ഏത് ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഏത് കപ്പിലാണോ നിങ്ങൾ ഓട്സ് മെഷർ ചെയ്തിട്ടുള്ളത് അതേ കപ്പിന് തന്നെ 1.25 കപ്പോളം വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ചില ഓട്സിന് എക്സ്ട്രാ വാട്ടർ വേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഓട്സിൻ്റെ അതേ ലെവലിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇവിടെ ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നിയും തയ്യാറാക്കി എടുക്കാം. ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഉള്ളിയുടെ പകുതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും. 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഓട്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഓട്സ് എല്ലാം തന്നെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ തന്നെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊക്കെ ചെറുതായി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് ബാറ്ററായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇത് അരച്ചെടുക്കുമ്പോൾ എക്സ്ട്രാ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലുള്ള വെള്ളം വെച്ച് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വാട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മിക്സി കഴുകിയിട്ട് ആ വാട്ടർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. പാൻ നല്ലപോലെ ചൂടായി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തൂവി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇവിടെ ഇതുപോലെ തന്നെ ഹോളൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് കിട്ടും. ഇനി ഒരു ഭാഗം ഒന്ന് കുക്കായ ശേഷം ഇതിലേക്ക് ഓയിൽ തടവി കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ നമുക്ക് കിട്ടും. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിത് പറ്റുകയും ചെയ്യും. ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്സ് ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കൂടെ ഞാനിവിടെ ഒരു തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഒരു ദോശയാണിത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.